യെസ് ഡോക്ടർ മോഹൻ വർഗീസ്, സമയപരിമിതിയുണ്ട്. പക്ഷേ എങ്കിലും ചോദിക്കട്ടെ, എങ്ങനെ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കും? ഒരു താൽക്കാലിക പരിഹാരം എങ്കിലും. കാരണം ഞാൻ ആമുഖത്തിൽ ചോദിച്ച ചോദ്യങ്ങളാണ് പലരും ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാരണം ഭാരതം എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടുന്നില്ല എന്നുള്ള ഒരു ചോദ്യം. എന്തായിരിക്കും അതിനുള്ള മറുപടി? ശ്രീ അനിൽ, പെട്ടെന്ന് പറയാം, സമയപരിമിതി ഉണ്ടെന്നറിയാം. ഭാരതം വളർന്നു വരുന്ന ഒരു ശക്തിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു സൗത്ത് ഏഷ്യൻ പ്ലെയർ അല്ലെങ്കിൽ ഓപ്പറേറ്റർ എന്നതിൽ നിന്നും ഇന്നൊരു ജെനുവിൻ ഗ്ലോബൽ പ്ലെയർ എന്ന സ്റ്റേറ്റസിലേക്ക് ഇന്ത്യ നടന്നെടുക്കുകയാണ്, അല്ലെങ്കിൽ അടുത്ത് കഴിഞ്ഞു. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒന്നും തന്നെ. റഷ്യ മാത്രമാണ് ഇന്ത്യ ആ രീതിയിൽ പൂർണ്ണമായി മനസ്സോടുകൂടി അംഗീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഭാരതത്തിൻ്റെ വളർച്ച തടയുന്നതിന് സബ് കോണ്ടിനെൻ്റൽ ഇന്ത്യയിലേക്ക് മാത്രം ഭാരതത്തെ തളച്ചിടണം. അതുകൊണ്ട് ഭാരതത്തിൻ്റെ പടിഞ്ഞാറൻ മേഖല പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബെൽറ്റാണ്, ഭാരതത്തിൻ്റെ കിഴക്കൻ മേഖല ബംഗ്ലാദേശാണ്, അതിനും കിഴക്കുള്ള മ്യാൻമാർ, അവിടേക്കെല്ലാം ഭാരതത്തിൻ്റെ ശ്രദ്ധ തളച്ചിടപ്പെടണം. അതുകൊണ്ട് ബംഗ്ലാദേശിൽ കലാപമുണ്ടാകേണ്ടത് ഭാരതത്തെ മെരുക്കാൻ ആഗ്രഹിക്കുന്ന വൈദേശിക ശക്തികളുടെ ആഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് ഇത് തികച്ചും ജൈവികമായി ബംഗ്ലാദേശിൽ ഉണ്ടായ ഒരു വിഷയം ആണ് എന്നൊരു ചിന്തയൊന്നും ഭാരതത്തിനില്ല. അത് കൃത്യമായി ഇന്ത്യയുടെ ഫോറിൻ പോളിസി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ശ്രീ ജയശങ്കറും അതുപോലെ അജിത് ഡോവലും എല്ലാം ചേർന്ന നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, വിദേശകാര്യമന്ത്രി, ഇന്ത്യയുടെ ഒരു തിങ്ക് ടാങ്ക്, ഒരു പൊളിറ്റിക്കൽ ആൻഡ് നാഷണലിസ്റ്റ് തിങ്ക് ടാങ്ക് ഉണ്ട്. അവർ വ്യക്തമായി മനസ്സിലാക്കുന്നു ഇത് ബംഗ്ലാദേശിൻ്റെ വിഷയമല്ല, ബംഗ്ലാദേശിൻ്റെ മാത്രം വിഷയമല്ല, ഭാരത വിരുദ്ധതയുടെ വിഷയമാണ്. അതുകൊണ്ട് ഭാരതം ചാടിക്കേറി പ്രതികരിക്കണം എന്ന ഒരു ബുദ്ധിയോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തുകൊണ്ട് വെല്ലുവിളിക്കുകയാണ് ഭാരതത്തെ? ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഷെയ്ഖ് ഹസീനെ വിട്ടുതരൂ, അല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. അതുപോലെ ബംഗ്ലാദേശിൻ്റെ ദേശീയത, അത് വിശാലമായ ദേശീയതയാണ്, നോർത്ത് ഈസ്റ്റ് ഓഫ് ഇന്ത്യ അതുകൂടി ഉൾപ്പെടുന്ന ദേശീയതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഭാരതത്തെ പ്രകോപിപ്പിക്കുകയാണ്. ഈ പ്രകോപനങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്താണ് എന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അറിയാവുന്നത് കൊണ്ടാണ് സംയമനം പാലിക്കുന്നത്. ഈ സംയമനത്തെ നിസ്സംഗതയായി തെറ്റിദ്ധരിക്കാൻ ഒരു കൂട്ടം ആളുകൾ മുന്നോട്ട് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുക, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒരു സമ്മർദ്ദം ഉണ്ടാക്കുക, എന്തെങ്കിലും ഒരു സൈനിക നടപടിയിലേക്ക് നീങ്ങുക. 2 സൈനിക നടപടികളാണ് ഓപ്ഷനിലുള്ളത്. അതിലൊരു കാര്യം എന്ന് പറയുന്നത് ചിക്കൻ നെക്കിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കുക. 22 കിലോമീറ്റർ വീതി എന്നത് കുറച്ചുകൂടി ഒരു ഓപ്പറേഷണൽ ഒരു കംഫർട്ടിന് വേണ്ടി ആ വീതി വർദ്ധിപ്പിക്കുക. അതൊരു സൈനിക നടപടികളിലൂടെ അല്ലാതെ നടക്കില്ല. അങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ മറ്റു രാജ്യങ്ങൾ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ പ്രതികരിച്ചേക്കാം. അത് തന്നെയാണ് ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നത്, അത് തന്നെയാണ് മറ്റു ചില രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത്. അതേപോലെ വേണമെങ്കിൽ ബംഗ്ലാദേശിൻ്റെ തെക്ക് കിഴക്കൻ മേഖല, ചിറ്റഗോങ്, കോക്സ് ബസാർ മേഖല, അത് ഇന്ത്യയുടെ ത്രിപുരയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളാണ്, അത് സമുദ്ര ആക്സസ് ഉള്ള ഭാഗമാണ്. അവിടം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ത്യക്ക് ആ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കടൽ മാർഗവും പ്രവേശിക്കാനുള്ള വാതായനം ഒരുങ്ങുകയാണ്. ഇതൊക്കെ ഓപ്ഷനായിട്ട് നിൽക്കുക മാത്രമേ ഉള്ളൂ. ഇന്ത്യ ഒരു സൈനിക നടപടിയിലേക്ക് എന്തുകൊണ്ട് നീങ്ങുന്നില്ല? ഇന്ത്യയിലെ ബംഗ്ലാദേശിലെ ഹൈന്ദവ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ എന്തുകൊണ്ട് നീങ്ങുന്നില്ല? ഈ ചോദ്യം ആഭ്യന്തരമായി ഉയർന്നാൽ ഗവൺമെൻറ്റിന് സമ്മർദ്ദമാകുമെന്ന ഒറ്റ കാരണത്താലാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയൊരു വിഷയമാണെങ്കിൽ പോലും പർവ്വതീകരിച്ച് ഇന്ത്യ വിരുദ്ധതയുമായിട്ട് ഉപയോഗിക്കുകയും പരമാവധി പ്രകോപിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യയെ ഒരു പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റിലേക്ക് വലിച്ചിഴക്കാനുള്ള ശ്രമം ഇന്ത്യ തിരിച്ചറിയുന്നത് കൊണ്ടാണ് തൽക്കാലത്തേക്ക് സംയമനം പാലിക്കുകയും കർശനമായ നയതന്ത്ര ഡിപ്ലോമാറ്റിക് നിലപാടുകളിലൂടെ ഇന്ത്യയുടെ ഇംഗിതം അല്ലെങ്കിൽ അഭിപ്രായം അറിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റേജ് വരെ അങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് ഒരു പക്ഷേ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഒരു നിലപാട്. ഓക്കെ ജലീൽ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അവസാനിപ്പിക്കാം. യെസ്, തീർച്ചയായിട്ടും ആ നിരീക്ഷകൻ പറഞ്ഞതിൽ ഒരു രാജ്യത്തെ സംബന്ധിച്ച്, നമ്മെ സംബന്ധിച്ച് വളരെ അർത്ഥവത്തായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ഈ വളർച്ചയ്ക്കും ഇന്ത്യ ഒരു മതേതര രാജ്യമായി നിലനിൽക്കുന്നതൊക്കെ പലരെ സംബന്ധിച്ചും അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് അയൽ രാജ്യങ്ങളിലൊക്കെ ആ രാജ്യങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തി ഇന്ത്യക്കെതിരായിട്ട് ഒരു വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാമ്രാജ്യത്വ ശക്തികൾ പണ്ടും ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഹിന്ദു രാഷ്ട്രമെന്ന് നമ്മൾ സങ്കല്പിച്ചിരുന്ന നേപ്പാൾ പോലും ഇന്ത്യക്ക് അന്യമായിരിക്കുകയാണ്. ബംഗ്ലാദേശ് മാത്രമല്ല, മാലിദ്വീപ് അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കെതിരായിട്ട് ചിന്തിച്ചു പോയിട്ടുണ്ട്. പാകിസ്ഥാൻ പണ്ടുകാലം മുതലേ അങ്ങനെ. അപ്പോൾ ഒരു ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം സങ്കുചിതമായ
മത താല്പര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രം എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾ ഒന്നാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ പോകണം. മറ്റൊരു ഒറ്റ കാര്യം കൂടി പറയാനുള്ളത്, ബംഗ്ലാദേശിൽ നടക്കുന്ന അവിടുത്തെ ആ രാജ്യത്തിൻ്റെ ഒരു ആഭ്യന്തര വിഷയമാണ്. അപ്പോൾ ആ ആഭ്യന്തര വിഷയത്തെക്കുറിച്ച് നമ്മൾ ക്ലാസ് എടുക്കണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ വീട്ടിലും കൂടി അതൊരു പാഠമാക്കണം. കാരണം ഏതെല്ലാം രാജ്യത്ത് നൂറ്റാണ്ടുകളായി നിലകൊള്ളുന്ന ആരാധനാലയങ്ങൾക്ക് കീഴിൽ എവിടെയൊക്കെ വിഗ്രഹങ്ങളുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തോ ഉണ്ടെന്നുള്ള നിലയിൽ ഒരു ന്യൂനപക്ഷ വേട്ട ഇന്ത്യയിൽ നടക്കുന്നതായിട്ട് അന്താരാഷ്ട്ര സമൂഹം കാണുന്നുണ്ട്. മറ്റൊന്ന്, ലോകം മുഴുവൻ ആചരിക്കുന്ന ക്രിസ്തുദേവൻ്റെ ക്രിസ്തുമസ്, അതിനെ നിരോധനം ഏർപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് ഇന്ത്യയുടെ ഹൃദയമായി യു പിയിൽ നിന്ന് കാണുന്നത്. അതായത് ഈ കരോൾ വസ്ത്രങ്ങൾ പോലും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ്. കരോൾ വസ്ത്രങ്ങൾ പോലും ധരിക്കുന്നത് അതിനെ എതിരായിട്ട് അക്രമം നടക്കുന്നു. ക്രിസ്തീയ സഹോദരങ്ങൾ പലയിടത്തും ഇന്നലെ കരോൾ സംഘങ്ങൾ പിന്നെ നസ്രത്ത് ജഹാനോട് ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് ചിരി വന്ന് താങ്കൾ പറഞ്ഞു ഈ മുസ്ലിങ്ങളുടെ ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിക്കരുത്, മൂത്രമൊഴിച്ചാൽ കഴിവത്തില്ലെന്ന്. എത്ര വിടുത്തോ പറയുന്നത്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചത് പോറ്റി ഹോട്ടലിൽ നിന്നാണ്. ഞാൻ വീട് വിട്ട് എവിടെ പോയാലും പോറ്റി ഹോട്ടലിൽ നടത്തുന്ന ആരാന്നറിയാമല്ലോ. അല്ലല്ല, എല്ലാ മുസ്ലിങ്ങളും വിശ്വാസികൾ അങ്ങനെ ജാതിക്കും മതത്തിനും അതീതമായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് ബിഷപ്പാണ് പ്രശ്നം, മതം രണ്ടാമതേ വരുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ വന്നിരുന്ന് വിഡിത്തം പറയരുത്. പിന്നൊന്ന്, മുസ്ലിങ്ങൾ ആരാണെന്നും അവരുടെ സംസ്കാരം എന്താണെന്നും നസ്രത്ത് ജഹാനും അൻസാറും ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ആദരണീയമായ പ്രധാനമന്ത്രിക്ക് അത് ഇന്നലെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിക ശരീഅത്ത് നിയമം, ഇതേ ഖുർആൻ, നിങ്ങൾ നിന്ദിച്ച ഖുർആൻ അനുസരിച്ച് ഭരിക്കുന്ന അബ്ദുള്ള രാജാവ് ജോർദാനിലെ അദ്ദേഹത്തിന്റെ കാറിൽ കയറ്റിക്കൊണ്ടാണ് മോദിജി ഇന്നലെ കൊണ്ടുപോയത്. ഇന്ത്യയുടെ എക്കാലത്തെയും ആത്മസുഹൃത്തായ ഒമാൻ ഹൈദം രാജാവ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവര്യനാണെന്ന് പറഞ്ഞ് ആശ്ലേഷിച്ചുകൊണ്ടാണ് ഹിന്ദുവായ മോഡിയെ കയറ്റിക്കൊണ്ട് ബെൻസുകാരിൽ പോയത്. അതാണ് ഇസ്ലാം. ഭാരതം എല്ലാവരെയും എല്ലാ കാലത്തും ഉൾക്കൊണ്ടിട്ടുള്ള അല്ല, മുസ്ലിം ലോകം അങ്ങനെയാണ്, ഇസ്ലാമും അങ്ങനെയാണ്, സനാതന ധർമ്മം അതാണ്. അതല്ല പ്രശ്നം. ഇവിടെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാതെ ചെല്ലില്ല എന്നായിട്ട് അറിയാം. അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ വക്കാലത്തൊന്നും ഞങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ജമാഅത്തെ ഇസ്ലാമിയൊക്കെ നിങ്ങളുടെ ആയുധങ്ങളാ. പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി, ഇതൊക്കെ ഈ രാജ്യത്ത് അരാജകത്വം വിതയ്ക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാ. അല്ല, ഈ നാട്ടിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ച് മറ്റൊന്നുകൂടി ഞാൻ പറഞ്ഞേക്കാം, മതരാഷ്ട്രവാദം അപകടകരമാണെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും തരുന്നത്. നാളെ ഇന്ത്യയിൽ അത്തരത്തിലുള്ള മതരാഷ്ട്രം ഉണ്ടായാൽ ഇന്ത്യ എന്താകുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും തരുന്നത്. മതരാഷ്ട്രവാദം എന്ന അജണ്ടയുമായി മുന്നോട്ട് പോകുന്നത് ആരാണ്? 2047 ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്നുള്ള അജണ്ട ആരുടേതാണ് എന്നുകൂടി ജലീൽ പുനലൂർ ഓർക്കുക. അങ്ങനെ ചിന്തിക്കുന്നവർക്കുള്ള പൂർണ്ണ പിന്തുണ ഒരു വശത്തോടുകൂടി, പ്രത്യക്ഷമായിട്ടെന്ന് ഞാൻ പറയുന്നില്ല, പരോക്ഷമായിട്ട് അത്തരക്കാരെ പിന്തുണക്കുന്ന ഒരു സമീപനം ആരാണ് സ്വീകരിക്കുന്നത് എന്ന് പ്രേക്ഷക തിരിച്ചറിയുക. ബംഗ്ലാദേശിൽ പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്കൊരിക്കൽ കൂടി ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നു.